ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ നാളത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുധീഷിന്റെ ഒപ്പം റോഡിലൂടെ നടന്നു വരുന്ന സുഭാഷ് പറയുകയാണ്, ഞാനിപ്പോൾ തറവാട്ടമ്പലത്തിൽ പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. പോണം, വഴിപാട് നടത്തണമെന്നൊക്കെ തീരുമാനിച്ചെങ്കിലും ഏത് അമ്പലമാണെന്ന് അറിയണ്ടേ. അപ്പൊ സുധീഷ് പറയാണ്, സുഭാഷേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ദൈവങ്ങൾക്ക് നമ്മുടെ അവസ്ഥ നമ്മളെക്കാളും മനസ്സിലാകില്ലേ? അല്ല, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തിട്ട് അത് ഞങ്ങളുടെ തറവാട്ടമ്പലത്തിലെ ദൈവത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണോന്നങ്ങ് പറഞ്ഞാൽ പോരെ? അപ്പൊ സുഭാഷ് പറയുന്നു, എടാ ഇതൊക്കെ തെറ്റാടാ. അപ്പൊ സുധീഷ് പറയുന്നു, ഓ ഇതും തെറ്റാണോ? എന്താ സുഭാഷ് ഏട്ടത്? അപ്പൊ സുഭാഷ് ഏട്ടൻ തന്നെ പറ, എന്താ ചെയ്യുക? സുഭാഷ് പറയുന്നു, വലിയച്ഛനോട് ചോദിച്ചു നോക്കി, ഒന്നും പറയുന്നില്ല. സുനന്ദയോട് നിധി ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് സുനന്ദ ഫോൺ വെച്ചു. പക്ഷേ അവര് സുനന്ദയോട് പറയുമെന്നറിയില്ല. അപ്പൊ സുധീഷ് ചോദിക്കണ, സുനന്ദയോട് അവർക്ക് പറയുന്നതിന് എന്താ? ഇത് കേട്ട സുഭാഷ് പറയണ, ഏതിനാ ചോദിക്കുന്നതെന്നൊക്കെ കുത്തി കുത്തി ചോദിക്കും. ആ കുട്ടി നമുക്ക് വേണ്ടിയാണ് ചോദിക്കുന്നതെന്ന് അറിഞ്ഞാൽ അവർ ഉറപ്പായും അവളോടത് പറയില്ല. അതും ശരിയാണെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ സുധീഷ് പറയുന്നു, സുഭാഷിട്ടാ ഞാനൊരു പണി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്, അത് വർക്കൗട്ട് ആവുമോ നോക്കട്ടെ. നീ എന്ത് പണിയാടാ ഒപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ, ആ സുഭാഷിട്ടാ പറയാന്ന് പറഞ്ഞ് സുഭാഷിനെ കൂട്ടി മുന്നോട്ട് നടക്കുകയാണ് സുധീഷ്. ഈ സമയം മാവഴി വരികയാണ് ഗംഗാധരൻ. സുധീഷ് പറയുന്നു, അയ്യോ ആരാ സുഭാഷിട്ടാ അത്? ഓ വലിയച്ഛനായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഭയന്നു പോയി. അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെയൊന്നും പറയല്ല, അത് നമ്മുടെ വലിയച്ഛനാ. ഇത് കേട്ട് സുധീഷ് വലിയച്ഛൻ എന്ന് പറയുമ്പോൾ ഗംഗാധരൻ അവരെ ശ്രദ്ധിക്കാത്ത രീതിയിൽ മുന്നിലൂടെ നടന്നു പോവുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, എന്താ ഇയാള് പോകുന്നേ? ഇപ്പൊ വിളിക്കേണ്ടതായിരുന്നല്ലോ. പെട്ടെന്ന് അവിടെ നിന്ന് സുഭാഷിനെ അരികിലേക്ക് വിളിക്കുകയാണ്. ദാ വരുന്നു വലിയച്ഛന്ന് പറഞ്ഞ സുഭാഷ് അരികിലേക്ക് ഓടി ചെല്ലുമ്പോൾ പുഞ്ചിരിച്ച് സുധീഷ് മനസ്സിൽ പറയുകയാണ്, ആ വിളിച്ചു, എനിക്കറിയായിരുന്നു. ഗംഗാധരൻ പറയുന്നു, തറവാട്ടമ്പലത്തിലേക്ക് പോകുന്ന കാര്യം നീ എന്നോട് പറഞ്ഞില്ലായിരുന്നു? അത് ആദ്യം പറയാൻ എനിക്ക് മനസ്സിലായിരുന്നു, പിന്നെ ആലോചിച്ചു നോക്കി, നീ ചോദിച്ചത് കൊണ്ട് പറയാന്ന് വിചാരിച്ചു. അങ്ങനെ ഗംഗാധരൻ തറവാട്ടമ്പലം എവിടെയാണെന്ന് സുഭാഷിനോടും സുധീഷിനോടും പറയുകയാണ്. അവർ വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. തറവാട്ടമ്പലത്തിലേക്ക് പോകുന്ന വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഗംഗാധരൻ. തുടർന്ന് സുഭാഷ് പറയുന്നു, ഒരുപാട് നന്ദിയുണ്ട് വലിയച്ഛ. അപ്പൊ ഗംഗാധരൻ പറയുന്നു, ദേ നോക്ക്, സുനന്ദയുടെ കല്യാണത്തിന് നീ വലിയ സഹായമാണ് ചെയ്തത്. ആ സഹായം മനസ്സിൽ വെച്ചാണ് ഞാൻ ഈ സഹായം ചെയ്യുന്നത്, മനസ്സിലായോ? നിന്റെ കുടുംബത്തിൽ നിന്ന് വേറെ ആര് ചോദിച്ചിരുന്നെങ്കിലും ഞാനിത് പറയില്ലായിരുന്നു. നീ ചോദിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യം, നീ മാത്രം തറവാട്ടമ്പലത്തിലേക്ക് പോയാൽ മതി, കണ്ടവന്മാരൊന്നും കൂട്ടിക്കൊണ്ട് പോകണ്ട, മനസ്സിലായോ? അങ്ങനെ ഗംഗാധരൻ സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയുന്നു, വലിയച്ഛൻ പേടിക്കണ്ട, ഞങ്ങളാരും പോകത്തില്ല. അപ്പൊ ഗംഗാധരൻ പറയണ, തറവാട്ടമ്പലം എവിടെയാണെന്ന് പറയുന്നു കരുതി നിങ്ങളുടെ കുടുംബത്തിലുള്ളവരെല്ലാവരും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരായി എന്ന് വിചാരിക്കണ്ട. അപ്പൊ സുഭാഷ് പറയുന്നു, അങ്ങനെയൊന്നും വിചാരിക്കില്ല വലിയച്ഛ. ആ ശരി എന്ന് പറഞ്ഞ ഗംഗാധരൻ അവിടെ നിന്ന് പോകുന്നു. സുഭാഷ് പറയുന്നു, എടാ തറവാട്ടമ്പലം എവിടെയാണെന്ന് വലിയച്ഛൻ തന്നെ പറഞ്ഞു, നമുക്ക് എത്രയും പെട്ടെന്ന് തറവാട്ടമ്പലത്തിലേക്ക് പോകണം. അപ്പൊ സുധീഷ് പറയണ, അയാള് പറയുന്നത് കേട്ടില്ലേ, ആ കുടുംബത്തിലെ ആളായെന്ന് വിചാരിക്കണ്ടെന്ന്. അപ്പൊ സുഭാഷ് പറയണ, എന്തെങ്കിലും ആവട്ടെ, തറവാട്ടമ്പലം എവിടെയാണെന്ന് പറഞ്ഞു തന്നല്ലോ, പെട്ടെന്ന് എന്താ വലിയച്ഛനൊരു മാറ്റം? ഞാൻ രാവിലെ തറവാട്ടമ്പലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു പോയ ആളാ, ഇപ്പോ വലിയച്ഛൻ തന്നെ വന്ന് പറഞ്ഞിട്ട് പോന്നു. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയണ, അതോ? അങ്ങനെ സുധീഷ് നടന്ന കാര്യങ്ങളെല്ലാം ഗംഗാധരനോട് പറയുകയാണ്. ഗംഗാധരൻ രാജന്റെ കടയിലിരുന്ന് ചായ കുടിക്കുന്ന സമയത്ത് ഒരു സ്വാമിയെയും കൂട്ടി കുറച്ചപ്പുറത്തായി വരികയാണ് സുധീഷ്. എടോ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? കറക്റ്റ് ആയിട്ടെല്ലാം ചെയ്യണം. അപ്പോൾ ആ സ്വാമി പറയുന്നു, നിങ്ങൾ ആരാണെന്ന് പറഞ്ഞു തന്നാ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. ഗംഗാധരനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു, ദോ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്ന ആളെ കണ്ടോ? അയാളുടെ അടുത്ത് എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നത് അതേപോലെ പറയണം. അയാൾ പറയുന്നു, ഒരിക്കൽ കൂടി പറഞ്ഞുതരൂ. അപ്പൊ സുധീഷ് ചോദിക്കുന്നു, ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ലേ? പഠിപ്പിച്ചെന്നാ ഞാൻ തന്നെ പഠിച്ചു കഴിഞ്ഞു, ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കണം. അങ്ങനെ ഗംഗാധരനോട് എന്താണ് പറയേണ്ടതെന്ന് ചെവിയിൽ പറയുകയാണ് സുധീഷ്. തുടർന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഗംഗാധരന്റെ അരികിലേക്ക് വരികയാണ് ആ സ്വാമി. സ്വാമി എന്ന് വിളിച്ച് ഗംഗാധരൻ കൈകൂപ്പുമ്പോൾ ഉറങ്ങിയതുള്ളി ആ സ്വാമി ചോദിക്കുന്നു, തറവാട്ടമ്പലം എവിടെയാണെന്ന് അന്വേഷിച്ച പൈതങ്ങളോട് പറയില്ല എന്ന് പറയാൻ നീ ആര്? നീ അവരുടെ സ്വന്തം കുടുംബകോവിലിൽ നിന്ന് അവരെ അകറ്റി നിർത്താൻ നോക്കുന്നത് ശരിയാണോ? വ്യക്തമായ സ്ഥലവും വഴിയും നീ തന്നെ പറഞ്ഞു കൊടുത്തേക്കണം. ഞാൻ പറഞ്ഞു കൊടുക്കാവുന്ന ഗംഗാധരൻ ഭയത്തോടു കൂടി പറയുമ്പോൾ ആ സ്വാമി പറയുകയാണ്, ദൈവങ്ങൾ തമ്മിലടിയൊന്നുമില്ല, നിങ്ങൾ മനുഷ്യരാണ് തമ്മിലടിക്കുന്നത്. എന്റെ ക്ഷേത്രം നിന്റെ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞ് പങ്കിടുന്നോടാ, കുലദൈവത്തിന്റെ ശാപം നിന്നെ വെറുതെ വിടില്ല. കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന സുധീഷ് പറയാണ്, പൊളിച്ചല്ലോ, ശരിക്കുള്ള സ്വാമിയായിട്ടങ്ങ് മാറിപ്പോയി. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ പല കാര്യത്തിനും ഇയാളെ വിളിച്ചാൽ മതിയായിരുന്നു. ആ സ്വാമി പറയുന്നു, എന്നെ കാണാൻ ആഗ്രഹിക്കുന്നവരെ നീ തടയരുത്, അത് കണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല. ശരി സ്വാമി, ഇല്ല ഞാൻ പറഞ്ഞു കൊടുത്താളാന്നേ പറഞ്ഞ് ഗംഗാധരൻ ഭയത്തോടു കൂടി എഴുന്നേറ്റ് സ്വാമിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുകയാണ്. ഇത് കണ്ട് സുധീഷിനെ ഒന്ന് നോക്കിയിട്ട് സ്വാമി അവിടെ നിന്ന് പോവുകയാണ്. എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് കണ്ണടച്ച് കൈകൂപ്പി നിൽക്കുകയാണ് ഗംഗാധരൻ. കണ്ണു തുറന്ന് ഗംഗാധരൻ സ്വാമിയെ കാണാതെ രാജനോട് ചോദിക്കുന്നു, എവിടെ പോയി? അപ്പൊ രാജൻ പറയാതാണ്, സ്വാമി എവിടെ പോയി? ചായ കുടിച്ചതിന് കാശ് തന്നിട്ട് പോണേ. ഗംഗാധരൻ കണ്ണു തള്ളി നിൽക്കുകയാണ്. സുധീഷിന്റെ അരികിലേക്ക് വന്ന ആ സ്വാമി ചോദിക്കുന്നു, എങ്ങനെയുണ്ടായിരുന്നു
എന്റെ ആക്ടിങ് ചേർത്ത് പിടിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു സൂപ്പർ ആയിരുന്നു, പറഞ്ഞതിനെക്കാട്ടിലും 100 രൂപ കൂടുതലുണ്ട്. ആ സ്വാമി പറയുന്നു ഒരു 100 രൂപ കൊടുത്താ കഷ്ടപ്പെട്ട് അഭിനയിച്ചല്ലേ. അപ്പൊ സുധീഷ് പറയണ സംസാരിച്ചത് 4 ഡയലോഗ്, അതിനകത്ത് കഷ്ടവും നഷ്ടവും ഒക്കെ ഉണ്ട്. ഇതാ പിടിക്കെന്ന് പറഞ്ഞ പോക്കറ്റിലുള്ള കാശും കൂടി എടുത്ത് സ്വാമിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് സുധീഷ്. സന്തോഷായോ? വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേന്ന് പറഞ്ഞ് സ്വാമി അവിടെ നിന്ന് പോകുന്നു. സുധീഷ് പറയുന്നു വലിയച്ചൻ പേടിച്ചുപോയി. തുടർന്ന് സുഭാഷ് ചോദിക്കുന്നു സുധീഷ് നീ എന്താണ് ഇങ്ങനെ നിൽക്കുന്നേ? അപ്പൊ സുധീഷ് പറയണ സുഭാഷേട്ടൻ പറഞ്ഞതുപോലെ ഭഗവാൻ തന്നെ ഇറങ്ങി വന്ന് വലിയച്ചനോട് പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞാണ്. ആ കുടുംബത്തിലുള്ളവരും എന്റെ മക്കളല്ലേ, പാവങ്ങൾക്ക് അഡ്രസ്സ് കൊടുക്കണമെന്ന് പറഞ്ഞാണ്. അപ്പൊ സുഭാഷ് പറയണ നമുക്ക് എത്രയും പെട്ടെന്ന് തറവാട്ടമ്പലത്തിലേക്ക് പോകണം, വാ നമുക്കിപ്പോ വീട്ടിലേക്ക് പോകാം. അങ്ങനെ സുധീഷ് സുഭാഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. തുടർന്ന് വിശ്വസിക്കാനാകാതെ നിധി ചോദിക്കുന്നു സുഭാഷൻ എന്തേ പറയുന്നത്? അപ്പൊ സുഭാഷ് പറയണ പെട്ടെന്ന് വലിയച്ഛൻ എന്നെ വിളിച്ച് തറവാട്ടമ്പലം എവിടെയാണെന്ന് പറയുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നമുക്ക് നാളെ തന്നെ തറവാട്ടമ്പലത്തിലേക്ക് പോയാലോ? മോൾ എന്ത് പറയുന്നു? അപ്പൊ നിധി പറയണ എനിക്ക് ഓക്കെ സുഭാഷിട്ട, ഓഫീസിൽ ലീവ് പറഞ്ഞാൽ മതി, ഞാൻ രാവിലെ തന്നെ വിളിച്ച് ലീവ് പറഞ്ഞോളാം. സുധീഷ്, ഹരീഷ്, നികേഷ് നിങ്ങൾക്ക് ഓക്കെയാണോ? അവരെല്ലാവരും പോകാമെന്ന് പറയുമ്പോൾ സുഭാഷ് പറയണ നടക്കുന്നതെല്ലാം അത്ഭുതം പോലെ ഉണ്ട്, തറവാട്ടമ്പലത്തേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു, പക്ഷെ അമ്പലം എവിടെയാണെന്ന് അറിയില്ല. രാവിലെ വേദിയച്ചനോട് തറവാട്ടമ്പലം എവിടെയാണെന്ന് ചോദിച്ചു, പറയാൻ പറ്റില്ല, അത് ഞങ്ങളുടെ അമ്പലമാണ്, നിങ്ങൾ അങ്ങോട്ട് പോകാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു. ഇപ്പം വേദിയച്ചൻ തന്നെ തറവാട്ടമ്പലം എവിടെയാണെന്ന് പറഞ്ഞു തന്നിരിക്കുക. അപ്പൊ ഹരീഷ് പറയണ അന്ന് സുഭാഷ് ഏട്ടൻ സുനന്ദയെ കല്യാണം കഴിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അപ്പൊ സുധീഷ് പറയണ സുഭാഷ് ഏട്ടൻ സുനന്ദയെ കല്യാണം കഴിക്കാത്തതിലും ഒരു നല്ലത് നടന്നിട്ടുണ്ട്. അപ്പൊ ഹരീഷ് പറയണ സുധീഷേട്ടൻ എന്തായി പറയുന്നത്? വേദിയച്ചൻ സുഭാഷ് ഏട്ടനെ സ്നേഹിക്കുന്നതാണോ പ്രധാനം, അതോ മനസ്സിന് പിടിച്ച പെണ്ണിനെ കല്യാണം കഴിക്കുന്നതാണോ? സുഭാഷ് ഏട്ടൻ അന്ന് സുനന്ദയെ വിട്ടുകൊടുത്തു, ആ നന്ദി കൊണ്ടാ ഇപ്പം വലിയച്ഛൻ ഇത് പറഞ്ഞത്. തുടർന്ന് ഭാസ്കരൻ അവിടേക്ക് വന്ന ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ സുഭാഷ് പറയുന്നു അച്ഛാ നമ്മുടെ തറവാട്ടമ്പലം എവിടെയാണെന്ന് അറിഞ്ഞു. അപ്പൊ ഭാസ്കരൻ തറവാട്ടമ്പലം എവിടെയാണെന്ന് പറയുകയാണ്. ഇത് കേട്ട് കണ്ണു തള്ളി നിൽക്കുകയാണ് എല്ലാവരും. അതിനിപ്പോ എന്താ അവിടെ പോകണോ? അങ്ങനെ ഭാസ്കരൻ ചോദിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു അച്ഛനപ്പം തറവാട്ടമ്പലം എവിടെയാണെന്ന് അറിയായിരുന്നു. അപ്പൊ ഭാസ്കരൻ ചോദിക്കണേ എന്താണ് നീ ഇങ്ങനെ ചോദിക്കുന്നത്? ഒരാൾക്ക് അവന്റെ തറവാട്ടമ്പലം എവിടെയാണെന്ന് അറിയാതിരിക്കുവോ? അപ്പൊ നിധി പറയണ ഞങ്ങള് നേരത്തെ ചോദിച്ചതല്ലേ, അപ്പൊ അച്ഛൻ പറഞ്ഞില്ലല്ലോ. ഭാസ്കരൻ പറയുന്നു അപ്പൊ പറയണമെന്ന് തോന്നിയില്ല, പറഞ്ഞില്ല. ദേഷ്യത്തോടു കൂടി സുധീഷ് പറയണ ഇയാളെ ഞാൻ. അപ്പൊ നിധി പറയുന്നു സുധീഷേ എന്താ ഇത്, വഴക്ക് വേണ്ട, കുറച്ചേരം അടങ്ങി നിൽക്കുക, തറവാട്ടമ്പലം എവിടെയാണെന്ന് ഞങ്ങൾ എല്ലാവരും അച്ഛനോട് ചോദിച്ചതല്ലേ, അപ്പൊ പറയത്തില്ലായിരുന്നോ? ഭാസ്കരൻ പറയുന്നു അപ്പൊ ഓർമ്മയിൽ വന്നില്ല, ഇപ്പഴാ ഓർമ്മയിൽ വന്നേ. ഹരീഷ് ചോദിക്കുന്നു അതെങ്ങനെ, ജാതകം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജാതകം എവിടെയാണെന്ന് ഓർമ്മയിൽ വന്നില്ല, ഞങ്ങളൊരു ജാതകം റെഡിയാക്കി കൊണ്ടുവന്നപ്പോൾ ഒറിജിനൽ ജാതകവുമായിട്ട് വന്നിരിക്കുന്നു, ഇപ്പം തറവാട്ടമ്പലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ മറന്നുപോയി എന്ന് പറയുന്നു, ഞങ്ങൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചപ്പോൾ ഇപ്പൊ ഓർമ്മയിൽ വന്നു, എങ്ങനെയത്? അപ്പൊ ഭാസ്കരൻ പറയണ പെട്ടെന്ന് എന്റെ സ്വപ്നത്തിൽ കുടുംബക്ഷേത്രത്തിലെ ദൈവം വന്ന് നീ എന്നെ കാണാൻ വരുന്നില്ലേ എന്ന് ചോദിച്ചു, എനിക്ക് അപ്പോഴാ ഓർമ്മയിൽ വന്നത് നമ്മുടെ തറവാട്ടമ്പലം അവിടെയാണല്ലോ എന്ന്, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ സുധീഷ് പറയണ ദേ നോക്ക് ഇയാളെ തറവാട്ടമ്പലത്തിലേക്കൊന്നും കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, നമുക്ക് പോയിട്ട് വരാം. അപ്പൊ സുഭാഷ് പറയണ സുധീഷ് കുടുംബമായിട്ട് പോകണമെന്നല്ലേ ജോത്സ്യൻ പറഞ്ഞേ? നികേഷ് ചോദിക്കുന്നു സുഭാഷേട്ടാ ഇയാള് നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളെ പോലെയാണോ ജീവിക്കുന്നത്, ഇയാള് വരണ്ട. ഭാസ്കരൻ ചോദിക്കുന്നു അത് പറയാൻ നീ ആരാടാ? ഞാൻ വരും, എന്റെ തറവാട്ടമ്പലത്തിൽ പോകാൻ എനിക്ക് അവകാശമില്ലേ, നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സുധീഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയുകയാണ് നീ കൂട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ എനിക്കെന്താ, ഗവൺമെന്റ് ബസ്സില്ലേ അതിൽ വരും, നീ ആരാ എന്നോട് പറയാൻ വരരുതെന്ന്, നിങ്ങൾ എങ്ങനെങ്കിലും പോ, ഞങ്ങൾക്ക് എന്താണെന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടു കൂടി നിൽക്കുമ്പോൾ ഭാസ്കരനകത്തേക്ക് പോവുകയാണ്. അപ്പൊ ദിതി പറയുന്നു സുധീഷേ അത് വിട്, അച്ഛനും വരട്ടെ. അപ്പൊ സുഭാഷ് പറയുന്നു ശരി നാളെ പോകാൻ തീരുമാനിച്ചു, എങ്ങനെയാ പോവുക? അപ്പൊ സുധീഷ് പറയണ സുഭാഷേട്ടാ നമ്മുടെ കാറിൽ പോകാം. ഭാസ്കരൻ ചോദിക്കുന്നു നിനക്ക് കാർ ഓടിക്കാൻ പറ്റില്ലല്ലോ, നിന്റെ ലൈസൻസ് പോലീസുകാരെ മേടിച്ചു വെച്ചിരിക്കുകയല്ലേ? അപ്പൊ സുധീഷ് പറയണ ഹലോ പോലീസ് പറഞ്ഞ 1 മാസത്തെ സമയം കഴിഞ്ഞു, ഇന്ന് ഉച്ചയ്ക്ക് പോയി ഞാൻ ലൈസൻസ് മേടിച്ചോണ്ട് വന്നു, നാളെ മുതൽ ഞാൻ കാർ ഓടിക്കും. അപ്പൊ ഭാസ്കരൻ പറയണ എനിക്കെന്താ ലൈസൻസ് കിട്ടിയില്ലേ, ഇനി ആരെയൊക്കെയാണോ ഇടിക്കാൻ പോകുന്നത്? അങ്ങനെ ഭാസ്കരൻ അങ്ങോട്ട് വന്ന് പോകുമ്പോൾ സുധീഷ് പറയണ ആദ്യം നിങ്ങളെ തന്നെ ഇടിക്കും. സന്തോഷത്തോടു കൂടി സുഭാഷ് പറയണ സുധീഷേ തറവാട്ടമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചപ്പോഴേ നിന്റെ ലൈസൻസ് കിട്ടിയല്ലോ. അപ്പൊ സുധീഷ് പറയണ സുഭാഷേട്ടാ തറവാട്ടമ്പലത്തിലേക്ക് പോകാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിലും ഇന്ന് എന്റെ ലൈസൻസ് കിട്ടിയേനെ, ഇന്ന് 1 മാസം കഴിഞ്ഞു. ഈ സമയം ചാന്ദിനി അവിടേക്ക് വരികയാണ്. ചാന്ദിനി വരൂ ഇരിക്കുന്നൊക്കെ നികേഷ് ഹിന്ദിയിൽ പറയുമ്പോൾ നിധി പറയണ കൊള്ളാലോ അത്യാവശ്യം ഹിന്ദി സംസാരിക്കുന്നുണ്ടല്ലോ, എങ്ങനെയുണ്ട് എന്റെ ഹിന്ദി എന്ന് നികേഷ് ചോദിക്കുമ്പോൾ നിധി പറയണ ബഹുത്ത് അച്ഛാ. പുഞ്ചിരിച്ച ചാന്ദിനി ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയണ നാളെ നമ്മളെല്ലാവരും തറവാട്ടമ്പലത്തിലേക്ക് പോവല്ലേ, അപ്പൊ ചാന്ദിനി എന്ത് ചെയ്യും? അപ്പൊ സുഭാഷ് പറയണ അത് ശരിയാണല്ലോ, അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ല, ചാന്ദിനിയെ അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ പറ്റില്ല, അവളുടെ അങ്കിളിന്റെ ആൾക്കാർ എപ്പോ വേണമെങ്കിലും വന്ന് കൂട്ടിക്കൊണ്ടു പോകാം. ഒരു കാര്യം ചെയ്യാം, ചാന്ദിനിയെ കൂടി നമ്മുടെ ഒപ്പം തറവാട്ടമ്പലത്തിലേക്ക് കൊണ്ടുപോകാം. മോളെ നിധി നീ എന്താ പറയുന്നേ? അപ്പൊ നിധി പറയണ അത് ശരിയാ സുഭാഷേട്ടാ, നമുക്ക് ചാന്ദിനിയെ കൂടെ കൊണ്ടുപോകാം. ചാന്ദിനി അന്വേഷിച്ച് വരുന്നവര് നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ പോലും നമ്മളും ഇവിടെ ഇല്ലല്ലോ, അത് ചാന്ദിനിക്ക് നല്ലതാ, നമുക്ക് ചാന്ദിനിയും തറവാട്ടമ്പലത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ സുഭാഷ് പറയുന്നു ചാന്ദിനി നാളെ ഞങ്ങൾ എല്ലാവരും തറവാട്ടമ്പലത്തിലേക്ക് പോകുക, ചാന്ദിനിയും ഞങ്ങളുടെ കൂടെ വാ, ചാന്ദിനിക്ക് ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് ചാന്ദിനി പറയുമ്പോൾ സുധീഷ് പറയണ പിന്നെന്താ കുടുംബമായിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം. എന്താ നിധി? നിധി സന്തോഷത്തോടു കൂടി തലയാട്ടുകയാണ്. സുധീഷും വളരെ സന്തോഷത്തോടു കൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുന്നു. തുടർന്ന് നികേഷ് ഗായത്രിയുടെ ഫോട്ടോകൾ നോക്കിയിരിക്കുകയാണ്. അവിടെ
അവിടേക്ക് വന്ന സുധീഷ് നികേഷിനോട് പറയുന്നു, നീ ഏതോ പെണ്ണിന്റെ ഫോട്ടോകൾ നോക്കിയിരിക്കുകയല്ലായിരുന്നോ, അതൊന്ന് കാണിച്ചേ. എന്താടാ ചാറ്റിംഗ് ആണോ, ഒന്ന് കാണിച്ചേ. അപ്പൊ നികേഷ് പറയണ, വേണ്ട, എനിക്ക് സുധീഷിനെ കാണിക്കാൻ പേടിയൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, സുധീഷ് ഏട്ടൻ ഇനി ആ പെണ്ണിന്റെ പിന്നാലെ പോയാലോ. സുധീഷ് ചോദിക്കുന്നു, നീ എന്നെ കുറിച്ച് അങ്ങനെയാണോടാ വിചാരിച്ചിരിക്കുന്നത്? എന്റെ മനസ്സില് നീതിക്കല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ല. അപ്പൊ നികേഷ് പറയുന്നു, സുധീഷന് ഇത് സത്യമാണോ പറയുന്നത്? എനിക്ക് സുധീഷനെ വിശ്വാസമില്ല. ഞാൻ ഹരീഷനെ വിശ്വസിക്കും, പക്ഷെ സുധീഷനെ വിശ്വസിക്കില്ല. അപ്പൊ സുധീഷ് പറയണ, കല്യാണം കഴിഞ്ഞ ഞാൻ റൊമാൻസിന്റെ ഒരു വടി പോലും മുന്നോട്ട് വെച്ചിട്ടില്ല. ആ ഹരീഷ് ആണെങ്കിലോ ഓരോ ഘട്ടങ്ങളിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. ശരി, നീ നോക്കുന്ന പെണ്ണിന്റെ പേരെന്താ? അപ്പൊ നികേഷ് പറയണ, പേരൊന്നും എനിക്ക് അറിയില്ല, സുധീഷനെ ഒന്ന് പോയേ. സുധീഷ് പറയണ, ഞാൻ നിന്നെ പോലെയൊന്നല്ല. ഞാൻ കളത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കൊണ്ട് ആ പെണ്ണ് നമ്പർ തന്നിട്ട് പോയേനെ. നിന്റെ ഏട്ടത്തിയുടെ അടുത്തൊഴികെ എല്ലായിടത്തും എന്റെ വിദ്യ വർക്കൗട്ട് ആകുന്നുണ്ട്. അവൾ ഇതുവരെ എന്റെ ട്രാക്കിലേക്ക് വന്നിട്ടില്ല. അതെങ്ങനെ വരുത്തുമെന്നും എനിക്കറിയില്ല. പുറത്തേക്ക് ഇറങ്ങി വന്നാ നിധി ചോദിക്കുന്നു, എന്താ സുധീഷ്, എന്തോ പറഞ്ഞത് കേട്ടല്ലോ. ഒന്ന് ബദറി സുധീഷ് പറയണ, അത് നിധി ഒന്നുമില്ല, ഇവൻ ഒരു പെണ്ണിനെ ബസ് സ്റ്റോപ്പിൽ വെച്ച് കണ്ടുവന്നു. ആ പെണ്ണിന്റെ ഫോട്ടോ നോക്കി ഇരിക്കുകയായിരുന്നു ഇവൻ. അപ്പൊ നികേഷ് പറയണ, സുധീഷേട്ടാ, ഞാനല്ല ആ പെണ്ണിനെ നോക്കിയതാ, ആ പെണ്ണ് എന്നെ നോക്കിയതാ. ആ കാര്യം മേട്ടത്തിക്കും അറിയാം. അപ്പൊ നിധി പറയുന്നു, അതെ, ആ പെണ്ണാ ഇവനെ നോക്കുന്നത്. ഇവനെ നോക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഇന്ന് ഞാൻ വന്നില്ലായിരുന്നല്ലോ, എന്താടാ ഇന്നും ആ പെണ്ണിനെ കണ്ടോ നീ? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി, ഇന്ന് ആ പെണ്ണിനോട് സംസാരിക്കാനായിട്ട് വന്നു. അവൾ എന്റെ അടുത്തേക്ക് വരുമ്പോൾ നെഞ്ചു പടപടാന്നിടിക്കാൻ തുടങ്ങി. ചുറ്റുമുള്ളതൊന്നും മനസ്സിലായില്ല. മനസ്സിന്റെ ഉള്ളിൽ ബട്ടർഫ്ലൈസ് ഒക്കെ പറക്കാൻ തുടങ്ങി. ഇത് കേട്ട് സുധീഷും നിധിയും ചിരിക്കുമ്പോൾ നികേഷ് പറയണ, കുറച്ചു കഴിഞ്ഞ് അവളോട് സംസാരിക്കാനായി ഞാൻ അടുത്തോട്ട് ചെന്നു. അവളുടെ ചിറ്റപ്പം വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇത് കേട്ട് സുധീഷ് പറയണ, ജസ്റ്റ് മിസ്, ഇപ്പൊ ആ കുട്ടി നിന്നോട് സംസാരിക്കാൻ വന്നില്ലേ? നീ ഇങ്ങനെ നോക്കിക്കൊണ്ടു വന്നാൽ എങ്ങനെയാടാ? നാളെ നീ തന്നെ ചെന്ന് സംസാരിക്കണം. നിന്റെ സൈഡിൽ നിന്ന് എഫേർട്ട് എടുക്കണം. അപ്പൊ നികേഷ് പറയണ, സുധീഷേട്ടാ, എനിക്ക് സംസാരിക്കണമെന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. നെഞ്ചിലെന്തോ വല്ലാത്ത വിങ്ങൽ. ഈ സമയം സുഭാഷ് അവിടേക്ക് വരുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടാ, സുഭാഷേട്ടന്റെ അനിയൻ ചെയ്യുന്നതൊന്നും സുഭാഷേട്ടൻ അറിയുന്നില്ലേ? നീ എന്താടാ ചെയ്തതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടൻ ഞാനല്ല, ഇവൻ നികേഷ്. ഇവൻ എന്താ ചെയ്തതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, പറയല്ലേ എന്ന് പറഞ്ഞ് നികേഷ് ടെൻഷനോട് കൂടി നിൽക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടൻ ആരോടും പറയില്ല, നീ എന്തിനാ പേടിക്കുന്നത്? എന്താ കാര്യമെന്ന് സുഭാഷ് ടെൻഷനോട് കൂടി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു, അതൊന്നുമില്ല സുഭാഷേട്ടാ, ഈ നികേഷ് ബസ് സ്റ്റോപ്പിൽ ഒരു പെണ്ണിനെ കാണാറുണ്ട്. ആ പെണ്ണ് എന്ന് ഇവരെ നോക്കും. ഇവനിപ്പം അവളെ നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ആ പെണ്ണ് ഇവനോട് സംസാരിക്കാനായിട്ട് വന്നു. അവളുടെ ചിറ്റപ്പം വന്ന് കൂട്ടിക്കൊണ്ടുപോയത് കൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് അനിയൻ. അപ്പൊ സുഭാഷ് പറയുന്നു, എടാ, ബസ് സ്റ്റോപ്പിലുള്ള പെണ്ണുങ്ങളോടൊന്നും സംസാരിക്കരുത്, ആൾക്കാർ തെറ്റിദ്ധരിക്കും. എല്ലാ പെൺകുട്ടികളെയും സിസ്റ്ററായിട്ട് വേണം കാണാൻ. ഇത് കേട്ട് നിധി കണ്ടു തള്ളി നിൽക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടാ, സുഭാഷിനെ പോലെ എല്ലാവരെയും സഹോദരന്മാരായിട്ട് കാണാൻ നികേഷിനോട് പറയരുത്. എടാ, നീ സുഭാഷേട്ടൻ പറയുന്നൊന്നും കേൾക്കണ്ട. കേക്കില്ലെന്ന് എനിക്കറിയാം, എന്നാലും പറയുക. ഇനി നീ വെയിറ്റ് ചെയ്യണ്ട, പോയി സംസാരിക്കണം. സുഭാഷ് ചോദിക്കുന്നു, നീ എന്താണ് അവന് പറഞ്ഞു കൊടുക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ, കിച്ചണിൽ നിന്നൊരു കരിഞ്ഞ മണം വരുന്നുണ്ടല്ലോ. അയ്യോ ശരിയാണല്ലോ എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് ഓടി പോകുന്നു. പിന്നാലെ നിധിയും പോവുകയാണ്. അപ്പൊ നികേഷ് പറയണ, കരിഞ്ഞ മണമൊന്നും വന്നില്ലല്ലോ, പിന്നെന്താ അകത്ത് പോയി നോക്കിയേ? അപ്പൊ സുധീഷ് പറയുന്നു, അതാണ് പ്രധാനം, ആ പെണ്ണിന്റെ ഫോട്ടോ കാണിക്കില്ല എന്ന് പറഞ്ഞ് നികേഷ് ഫോൺ മാറ്റി വെക്കുകയാണ്. തുടർന്ന് ഹരീഷ് ഫോണിലൂടെ നീതുവിനോട് പറയുന്നു, നാളെ ഞങ്ങൾ എല്ലാവരും തറവാട്ടമ്പലത്തിലേക്ക് പോവുക. നീതു ചോദിക്കുന്നു, ശരി, എപ്പോഴാ തിരിച്ചു വരിക? ഹരീഷ് പറയണ, ഒരു 4 ദിവസമെങ്കിലും എടുക്കും. ആദ്യമായിട്ടാ പോകുന്നത്. അവിടെ താമസിച്ച് വഴിപാടുകളെല്ലാം കഴിപ്പിച്ചിട്ട് തിരിച്ചു വരും. ഞാനും കൂടി വരട്ടെ എന്ന് നീതു ചോദിക്കുമ്പോൾ, നീ എങ്ങനെ വരാനാണെന്ന് ചോദിക്കുകയാണ് ഹരീഷ്. അപ്പൊ നീതു പറയണ, ആ ഹിന്ദിക്കാരി പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ. അപ്പൊ ഹരീഷ് പറയുന്നു, നീതു, ചാന്ദിനിയുടെ വീട്ടിലെന്തോ പ്രശ്നമാ. അവളുടെ അങ്കിള് നിർബന്ധിച്ച് കല്യാണം നടത്താൻ ശ്രമിക്കുക. അതീന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാ ചാന്ദിനി ഇങ്ങോട്ട് വന്നത് തന്നെ. ഇത് കേട്ട് നീതു പറയാണ്, നാഷണൽ ലെവലിലാണല്ലോ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്. പുഞ്ചിരിച്ച അതേന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയണ, നിങ്ങൾ എല്ലാവരും പോകുമ്പോ എനിക്ക് നിങ്ങളുടെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ ഹരീഷ് പറയണ, നമ്മുടെ കല്യാണം കഴിയട്ടെ, ഞാൻ തന്നെ നിന്നെ കൂട്ടിക്കൊണ്ടുപോകാം. അപ്പൊ നീതു പറയണ, ശരി, എപ്പൊ കല്യാണം കഴിക്കും? അപ്പൊ ഹരീഷ് പറയണ, ഞാൻ പറഞ്ഞില്ലേ, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കല്യാണം കഴിക്കാന്ന്. നീതു ചോദിക്കുന്നു, ശരി, എപ്പൊ സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയും? അടുത്ത വർഷം നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതേപോലെ നമ്മൾ എല്ലാവരും കൂടി തറവാട്ടമ്പലത്തിലേക്ക് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത വർഷം നമ്മുടെ കല്യാണം കഴിയോ? അഥവാ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും നീ എന്നെ തറവാട്ടമ്പലത്തിലേക്ക് കൊണ്ടുപോകണം. പുഞ്ചിരിച്ച ഹരീഷ് പറയുന്നു, ശരി. നീതുവും ഹരീഷും തറവാട്ടമ്പലത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. നീതു ചോദിക്കുന്നു, നിങ്ങളുടെ അമ്മയുടെ വീട് എവിടാ? അവിടെ തന്നെയാണോ? അവരെയൊക്കെ കാണാൻ പോകുമോ? അപ്പൊ ഹരീഷ് പറയണ, നീതു, അവരാരും ഞങ്ങളെ അന്വേഷിക്കാറില്ല, പിന്നെ ഞങ്ങൾ എന്തിനാ പോകുന്നേ? തുടർന്ന് നീതു പറയണ, അതൊക്കെ വിട്, അവിടെ ചെന്നിട്ട് എന്നെ ഫോൺ വിളിക്കത്തില്ലേ? ഉറപ്പായിട്ടും വിളിക്കുമെന്ന് ഹരീഷ് പറയുമ്പോൾ നീതു ചോദിക്കണ, എത്ര തവണ എന്നെ വിളിക്കും ഒരു ദിവസം? അപ്പൊ ഹരീഷ് പറയുന്നു, സമയം കിട്ടുമ്പോഴൊക്കെ സംസാരിക്കാം. അപ്പൊ നീതു പറയണ, അവിടെ ചെന്നിട്ട് എന്നെ മറക്കല്ല. അപ്പൊ ഹരീഷ് ചോദിക്കണ, എങ്ങനെ നിന്നെ മറക്കാനാ? എന്ത് ചോദ്യം ഇത്? അപ്പൊ നീതു പറയുന്നു, ഞാൻ നിന്നെ മിസ് ചെയ്യും ഹരീഷെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിക്കും. നീ ഇവിടെ തിരുവനന്തപുരത്തുള്ളപ്പോൾ എനിക്ക് ടെൻഷനില്ല, പക്ഷെ എവിടെയോ പോയിട്ട് എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് ടെൻഷൻ ആകും. അടുത്ത വർഷം നമ്മൾ ജോഡിയായിട്ട് കല്യാണം കഴിഞ്ഞ് തറവാട്ടമ്പലത്തേക്ക് പോകാൻ പറ്റണം. ഇത് നടക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നീയും പ്രാർത്ഥിക്കണം. ഈ സമയം വിശക്കുന്നു എന്ന് പറഞ്ഞ് അഖിൽ വീട്ടിലേക്ക് വരികയാണ്. സീത ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. നിന്റെ ചേട്ടൻ വന്നോന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ നീതു പറയണ, ആ വന്നു. ഹരീഷെ, നീ
കോള് കട്ട് ചെയ്യല്ലേ. അങ്ങനെ നീതു അഖിലിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അഖില് ചോദിക്കുന്നു എന്താ. അപ്പൊ നീതു പറയണ ഹരീഷുമായി ഫോണിൽ സംസാരിക്കുകയായിരുന്നു. നാളെ അവരെല്ലാവരും തറവാട്ട് അമ്പലത്തിലേക്ക് പോവുകയാണെന്ന്. വരാൻ 4 ദിവസം എടുക്കുമെന്ന്. എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് പോയാൽ മതിയെന്ന്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ, അടുത്ത വർഷം ഈ സമയം ഞാനും ഹരീഷും കല്യാണം കഴിഞ്ഞ് തറവാട്ട് അമ്പലത്തിലേക്ക് പോകും. ഇത് കേട്ട് അഖിൽ ദേഷ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ സീത പറയണ അവൾ എന്തെങ്കിലും പറയട്ടെ, നീ കഴിക്ക്. ഇവള് കാരണം ആർക്ക് സമാധാനമില്ല. നിന്നോട് വഴക്കിട്ട് നിന്നെ കഴിപ്പിക്കാതിരിക്കാൻ നോക്കുക. ഇവള് ദോശ കഴിച്ചിട്ടിരിക്കുക. ഒന്ന് പോന്ന് പറഞ്ഞ നീതു അകത്തേക്ക് പോകുമ്പോൾ അഖിൽ സന്തോഷത്തോടു കൂടി ആലോചിച്ചിരിക്കുകയാണ്. തുടർന്ന് റൂമിലേക്ക് വന്ന നീതുവിനോട് ഹരീഷ് ചോദിക്കുന്നു നീ എന്തിനാ ഇതെല്ലാം നിന്റെ ചേട്ടനോട് പറയാൻ പോയെ. അപ്പൊ നീതു പറയാണ് നമ്മൾ തമ്മിൽ പ്രണയത്തിലാണ്, കല്യാണം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവരോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. തുടർന്ന് ഹരീഷും നീതുവും സന്തോഷത്തോടു കൂടി ഫോണിൽ സംസാരിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ തറവാട്ടമ്പലത്തിലേക്ക് പോകാനായി കാറുമായി കിളിക്കൂട്ടിലേക്ക് വരികയാണ് സുധീഷ്. സാധനങ്ങളെല്ലാം എടുത്തു വെക്കുന്ന സുഭാഷ് ചോദിക്കുന്നു സുധീഷ് റെഡിയാണോ. അപ്പൊ സുധീഷ് പറയുന്നു കാർ റെഡി. സുഭാഷ് ചോദിക്കുന്നു 1 മാസം വണ്ടി ഓടിക്കാത്തതിന്റെ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ സുധീഷ് പറയണ 10 വർഷം വണ്ടി ഓടിച്ചില്ലെങ്കിലും ഞാൻ നന്നായി വണ്ടി ഓടിക്കും, പെട്ടെന്ന് റെഡിയാകും. അപ്പൊ സുഭാഷ് പറയണ ശരി, നിന്റെ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചല്ലോ. സുഭാഷ് ഏട്ടന്റെ ബാഗിൽ തന്നെ വെച്ചിട്ടുണ്ട്. എല്ലാവരും റെഡിയായി തറവാട്ടമ്പലത്തിലേക്ക് പോകാനായി ഹാളിലേക്ക് വരികയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്